മന്ത്രിമാരായ പി രാജീവും റോഷി അഗസ്റ്റിനും കോതമംഗലം താലൂക്ക് ആശുപത്രിയിലെത്തിയാണ് ഇന്ദിരയുടെ ബന്ധുക്കളെ കണ്ടത്. കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച മന്ത്രിമാർ 10 ലക്ഷം രൂപ ധനസഹായം കൈമാറുകയായിരുന്നു. സാധാരണഗതിയിൽ 2 തവണയായി 5 ലക്ഷം രൂപ നൽകുകയാണ് പതിവ്. എന്നാൽ നേര്യമംഗലത്തെ സംഭവം പ്രത്യേകമായി പരിഗണിച്ച് തുക മുഴുവൻ ഒറ്റത്തവണയായി സർക്കാർ അനുവദിക്കുകയായിരുന്നു. കാട്ടാനയുടെ ആക്രമണമുണ്ടായ കാഞ്ഞിരവേലിയിൽ ഫെൻസിംഗ് നടത്താനുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് മന്ത്രി പി രാജീവ് അറിയിച്ചു. ഈ മാസം തന്നെ പണി തുടങ്ങുമെന്നും മേഖലയിൽ പെട്രോളിംഗ് ആരംഭിക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ഹാങ്ങിങ് ഫെൻസിംഗ് അതിനുള്ള ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 2 RRTFിൻ്റെ സേവനം വരുന്നത് നേര്യമംഗലം ഈ ഭാഗം എറണാകുളം ജില്ലയിലാണ്. അപ്പുറത്ത് ഇടുക്കി ജില്ലയുടെ ഭാഗത്ത് ദേവികുളം മണ്ഡലത്തിൽ പ്രത്യേകമായിട്ടുള്ള സംവിധാനം നാളെ മുതൽ തന്നെ പ്രവർത്തനം ആരംഭിക്കും. അപ്പോൾ അവിടെ പെട്രോളിംഗ് മറ്റു കാര്യങ്ങളെല്ലാം തന്നെ നടത്താൻ കഴിയുമെന്നാണ് കണ്ടിട്ടുള്ളത്. പിന്നെ നേരത്തെ ഞങ്ങൾ രണ്ടുപേരും വനംവകുപ്പ് മന്ത്രിയായിട്ട് സംസാരിച്ചപ്പോൾ നിരീക്ഷണ ക്യാമറകൾ അത് സ്ഥാപിക്കാൻ അത് കുറച്ചുകൂടി സമയമെടുക്കുമ്പോഴാണ് ആ നടപടിയും സ്വീകരിക്കുന്നതായിരിക്കും. വൈകിട്ട് 6 മണിയോടെയാണ് ഇന്ദിരയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറിയത്. തുടർന്ന് മൃതദേഹം നേര്യമംഗലം കാഞ്ഞിരവേലിയിലെ വീട്ടിലെത്തിക്കും വരെ മന്ത്രിമാർ ഒപ്പമുണ്ടായിരുന്നു. MLA മാരായ ആന്റണി ജോൺ, A രാജ, ഇടുക്കി മണ്ഡലം LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ് എന്നിവരും ആശുപത്രിയിലെത്തി ഇന്ദിരയുടെ ബന്ധുക്കളെ ആശ്വസിപ്പിച്ചിരുന്നു. അതേസമയം പ്രതിഷേധത്തിന്റെ മറവിൽ അക്രമം നടത്തിയ 14 UDF പ്രവർത്തകരെ കോതമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. മരിച്ച ഇന്ദിരയുടെ മൃതദേഹം തട്ടിയെടുത്ത് കോതമംഗലം നഗരത്തിലെത്തിച്ച് റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ച സംഭവത്തിൽ ഡീൻ കുര്യാക്കോസ് MP, മാത്യു കുഴൽനാടൻ MLA, DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉൾപ്പെടെ 30 പേർക്കെതിരെ കേസെടുത്തിരുന്നു. ആശുപത്രിയിലെ അക്രമം, മൃതദേഹത്തോട് അനാദരവ് തുടങ്ങി ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കോതമംഗലം പോലീസ് കേസെടുത്തത്. കൈരളി ന്യൂസ്, കൊച്ചി.